നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് അന്വേഷണങ്ങളൊക്കെ കുറച്ചുകൂടി സ്മാർട്ടായി മാറാനുള്ള ഒരു തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരിക്കുന്നു. അതായത് സ്മാർട്ട് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു റൂം തന്നെ സജ്ജീകരിച്ചുള്ള അതിൻ്റെ ആദ്യ തുടക്കം എന്നത് ആറന്മുള പോലീസ് സ്റ്റേഷനിലാണ്. അതായത് എല്ലാം ഡിജിറ്റലായി മാറുന്നു. നമ്മുടെ അന്വേഷണ വിവരങ്ങളൊക്കെ നമുക്ക് വേഗത്തിൽ കയ്യിൽ കിട്ടാവുന്നൊരു സംവിധാനമാണ്. കാണാം എന്താണ്. കേസന്വേഷണം കടലാസരഹിതമാകുന്ന കാലത്തിലേക്ക് ഇനി അധിക ദൂരമില്ല. നിലവിൽ കടലാസുകളിൽ നിറയുന്നതെല്ലാം ഡിജിറ്റൽ രേഖകളായി മാറും. കുറ്റപത്രം കോടതികളിൽ നേരിട്ട് സമർപ്പിക്കുന്ന രീതി പോലും മാറാനൊരുങ്ങുകയാണ്. ഭാരതീയ ന്യായ സംഹിത പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷനാകും സാധ്യമാകുക. ഇതിൽ കാലപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള തീരുമാനം വൈകില്ല എന്ന വിശ്വാസത്തിൽ പരിശീലനം തുടങ്ങിക്കഴിഞ്ഞു. ആറന്മുള പോലീസ് സ്റ്റേഷനാണ് ഇതിന്റെ കേന്ദ്രബിന്ദു. പരാതിക്കാർക്ക് വേഗത്തിലും സമയബന്ധിതമായും നീതി ഉറപ്പാക്കുമ്പോൾ തന്നെ സേനാംഗങ്ങളെ സാങ്കേതിക വിദ്യകളിൽ പരിചിതരാക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. സർക്കിൾ ഇൻസ്പെക്ടർ CK മനോജിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം. ഒരു പോലീസ് സ്റ്റേഷനോട് ചേർന്ന് ഒരു ഡിജിറ്റൽ ഇൻവെസ്റ്റിഗേഷൻ റൂം നമ്മൾ ആറന്മുള പോലീസ് സ്റ്റേഷനിലാണ് ആദ്യമായിട്ട് ഉണ്ടായിരിക്കുന്നത്. സ്റ്റേഷനിലുള്ള 80% ആൾക്കാരും ഇപ്പം ഐകോപ്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ മുഖേന അന്വേഷണം നടത്തുന്നതിനുള്ള പ്രാപ്തി എത്തിയിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന സൈബർ തട്ടിപ്പുകൾ സംബന്ധിച്ച അന്വേഷണത്തിനും എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും കൃത്യമായ പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും അതിനുള്ള അനുബന്ധ സൗകര്യങ്ങളുമാണ് ഇപ്പോൾ ഈ സ്മാർട്ട് റൂം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ലാപ്ടോപ്പുകൾ, വൈദ്യുതി, ഇന്റർനെറ്റ് കണക്ടിവിറ്റി എന്നിവ ലഭ്യമാക്കിയാണ് സ്മാർട്ട് ഇൻവെസ്റ്റിഗേഷൻ റൂം സജ്ജീകരിച്ചത്. പോലീസുകാരുടെ ലാപ്ടോപ്പുകളും ഐകോപ്സ് ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് മാറ്റി. ഉപയോക്താക്കൾക്ക് യൂസർ ID-യും പാസ്വേഡും നൽകി. വേഗത്തിൽ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിന് വോയിസ് ടൈപ്പിംഗും സാധ്യമാണ്. ചുരുക്കത്തിൽ ഐകോപ്സ് ആപ്ലിക്കേഷൻ മുഖേന കേസന്വേഷണത്തിന്റെ സ്ഥിതി എവിടെ നിന്നും പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിരീക്ഷിക്കുകയുമാകാം. ഐകോപ്സ് വഴിയുള്ള ഡോക്യുമെന്റേഷൻ കേസുകളുടെ FIR മുതൽ ഫൈനൽ റിപ്പോർട്ട് വരെയുള്ള എല്ലാ പ്രോസസ്സും അതുവഴി ചെയ്യുകയാണ്. അത് പേപ്പർലെസ് ആവുന്നതിൻ്റെ ഭാഗം കൂടെയാണ്. മാത്രവുമല്ല അതിനെല്ലാം ഒരു ഓതൻറ്റിസിറ്റി കൂടുതലാണ്. അതിനകത്ത് മറ്റു രീതിയിലുള്ള നമുക്ക് ഓൾട്രേഷൻസ് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ആറന്മുള CI മനോജിൻ്റെ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അത് ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥർക്ക് അതിലേക്ക് വേണ്ട ട്രെയിനിങ് നൽകി. വിവരങ്ങളുടെ മൊഴിമാറ്റത്തിനൊപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാധ്യതകളും ഇവിടെ ഉപയോഗപ്പെടുത്തുന്നു. ജില്ലയിലെ എല്ലാ പോലീസുകാരും ഏതാനും മാസങ്ങൾക്കുള്ളിൽ പരിശീലനത്തിന്റെ ഭാഗമാകും. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. അഭിലാലുണ്ട് നമുക്കിപ്പോൾ. അഭിലാലെ, വളരെ നല്ല കാര്യമാണല്ലേ, കുറച്ചുകൂടി വേഗത്തിൽ സുതാര്യമായി സൂക്ഷ്മതയോടെയൊക്കെ കേസ് വിവരങ്ങൾ അറിയാൻ കഴിയുക, അല്ലെങ്കിൽ സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്ന സ്ഥിതി ആളുകൾക്കുണ്ടാകാതിരിക്കുക, അതിനൊക്കെ ഒരു വലിയ മാറ്റമാണ്. ഇതെങ്ങനെയാണ് കൂടുതൽ വേഗത്തിൽ പ്രാവർത്തികമാക്കുക? ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് വരും? എങ്ങനെയാണ്? ഭാരതീയ ന്യായ സംഹിത നിലയിൽ വന്നിട്ട് 40 ദിവസം പിന്നിടുകയാണ്. ഇതിലൂടെ കേരള പോലീസ് അടക്കം ഒരു വലിയ മാറ്റത്തിൻ്റെ പാതയിലേക്ക് അല്ലെങ്കിൽ ഒരു നവീകരണത്തിലേക്ക് അടുക്കുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ സ്മാർട്ട് ഫോൺ, ലക്ഷത്തിലേറെ വിലയുള്ള സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്കാണെങ്കിൽ പോലും അതിൻ്റെ സാധ്യതകൾ പരിമിതമായ അറിവുകൾ മാത്രമുള്ളവരായിരിക്കും. ബഹുഭൂരിപക്ഷം ആളുകൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരാണ് എങ്കിൽ പോലും അവരിൽ കൂടുതൽ പേരും കോൾ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ സമൂഹ മാധ്യമ ഉപയോഗത്തിനോ മാത്രമായി അതിൻ്റെ സാധ്യതകളെ പരിമിതിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ എണ്ണമറ്റ സാധ്യതകൾ ഉണ്ട് താനും. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് പോലീസിൻ്റെ ഐകോപ്സ് എന്ന ആപ്ലിക്കേഷൻ്റെ സാധ്യതകളെ സംബന്ധിച്ച് സമ്പൂർണ്ണമായ വിവരങ്ങൾ പോലീസുകാർക്ക് നൽകുക. അതോടൊപ്പം തന്നെ ഇപ്പോൾ കടലാസിൽ എഴുതി കൂട്ടുന്ന അല്ലെങ്കിൽ കടലാസ് വഴി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷനിലേക്ക് മാറുക. കുറ്റപത്ര സമർപ്പണം, നമ്മൾ ഒരു പ്രധാനപ്പെട്ട കേസിൻ്റെ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ 500 പേരുടെ കുറ്റപത്രം അല്ലെങ്കിൽ 1500 പേരുള്ള കുറ്റപത്രം എന്ന് പറയുന്നതൊക്കെ തന്നെ ഭാവിയിൽ ഫയലിങ്ങിലേക്ക് മാറാനിരിക്കുകയാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള സമ്പൂർണ്ണമായ വിവരങ്ങളിൽ സാക്ഷരരാക്കുക പോലീസുകാരെ എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു കടമ്പ. അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് കേരള പോലീസ്. പത്തനംതിട്ട ആറന്മുള സ്റ്റേഷൻ കേന്ദ്രീകരിച്ചാണ് ജില്ലയിലെ ഇത്തരത്തിലുള്ള പരിശീലനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ജില്ലയിലെ മുഴുവൻ പോലീസുകാരെയും ഈ പരിശീലനത്തിൻ്റെ ഭാഗം ആക്കുക എന്നുള്ള വലിയ വെല്ലുവിളി തന്നെയാണ് ആറന്മുള സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് അവർ ഏറ്റെടുത്തിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവി B. അജിത്തിൻ്റെ മേൽനോട്ടത്തിൽ സർക്കിൾ ഇൻസ്പെക്ടർ CK മനോജ് കുമാറാണ് ഈ പരിശീലനത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. വലിയ മാറ്റം എന്ന് തന്നെയാണ് പോലീസ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ആറന്മുള സ്റ്റേഷൻ്റെ കെട്ടിടം എന്നുള്ളത് പുതിയ കെട്ടിടമാണ്. 2018 വലിയ പ്രളയകാലത്ത് വെള്ളം കയറി സമ്പൂർണ്ണമായി മുങ്ങിപ്പോയ ഒരു കെട്ടിടത്തിൽ നിന്നും പുതിയ ബിൽഡിങ്ങിലേക്ക് അവർ മാറുമ്പോൾ വിശാലമായ സൗകര്യങ്ങളുണ്ട്. അത് പരിപൂർണമായി പോലീസ് ഉപയോഗപ്പെടുത്തുകയാണ്. സർവ്വരെയും
പോലീസ് സേനയിലെ സർവരെയും ഇതിൻ്റെ ഭാഗമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം വളരെ വേഗത്തിൽ ജില്ലയിൽ മാത്രമല്ല കേരളത്തിലുടനീളം പോലീസ് സംവിധാനം അങ്ങനെ മാറുന്നു. ഭാരതീയ ന്യായ സംഹിത വരുന്നതോടുകൂടി ഉണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങളിൽ ഒന്നുകൂടിയാകുന്നത്. ശരി അഭിലാൽ.